ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ലവബിൾ സൈക്കോ. എൻ്റെ പേര് റിഷ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കിന് മുന്നേ എൻ്റെ സൂപ്പർ ഫ്രണ്ട്ലി ഡിസ്ക്ലെയിമർ പറയാം. എൻ്റെ ഡിസ്ക്ലെയിമർ ഇച്ചിരി ലെങ്തിയാണ്, സോ ഫീൽ ഫ്രീ ടു സ്കിപ്പ് ഇറ്റ് ആൻഡ് ജംപ് സ്ട്രേറ്റ് ടു ദ മെയിൻ ടോപ്പിക് ഇഫ് യു വാണ്ട് ടു. ഞാനൊരു പ്രൊഫഷണൽ യൂട്യൂബറോ ഇൻഫ്ലുവൻസറോ ഒന്നുമല്ല. മോണിറ്റൈസേഷൻ, ലൈക്ക്, സബ്സ്ക്രിപ്ഷൻ ഒന്നിനും വേണ്ടിയല്ല ഈ വീഡിയോസ് ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് മൈ വീഡിയോസ് ആർ യൂഷ്വലി ഷോർട്ട് ഫ്രാഗ്മെൻറ്റ്സ്, intentionally kept brief because I feel it's better to discuss about one topic at a time and give it the attention it deserves. Everything I share here comes from my own job search, my own experiences, observations, mistakes, lessons and insights. My hope is simply that something I learned along the way might be useful to someone else on their journey. വീഡിയോ കാണുമ്പോൾ വിഷ്വൽസും കൂടി ഫോളോ ചെയ്യാൻ ഞാൻ സജസ്റ്റ് ചെയ്യും. കാരണം പല സമയത്തും വിഷ്വൽ കൺസെപ്റ്റ്സ് കുറച്ചുകൂടി നന്നായി കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യും. And I always want to say this: take what helps you, ignore what doesn't, and always follow what suits your path. I am not claiming to have all the answers. Every job search journey is different, every person is different, and every situation is different. These are simply thoughts, experiences, and insights shared with a genuine intention that they may help someone move one step closer to their goal. So, if anyone wants to get in touch, and the email is write2rish.nz@gmail.com. I'll be more than happy to help when I have a moment. So feel free to reach out whenever you want. So അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സ്റ്റാർ ബേസ്ഡ് ക്വസ്റ്റൻ ആണ്. ടെൽ മീ അബൌട്ട് എ ടൈം ദാറ്റ് യു ഹാവ് റിസീവ് നെഗറ്റീവ് ഫീഡ്ബാക്ക്. സോ ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ ഒരു എംപ്ലോയർ ചോദിക്കുമ്പോഴത്തേന് വാട്ട് ദേ ആർ റിയലി ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ്, ക്യാൻ യു അക്സെപ്റ്റ് കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം പ്രൊഫഷണലി? ക്രിട്ടിസൈസ് ചെയ്യുന്നത് നമുക്ക് കൺസ്ട്രക്റ്റീവായിട്ട് അല്ലെ പോസിറ്റീവായിട്ട് എടുക്കാനുള്ള എബിലിറ്റി ഉണ്ടോ? ഡു യു ബിക്കം ഡിഫെൻസീവ് ഓർ ഡു യു ലിസൺ? നമ്മൾ ശ്രദ്ധിക്കുമോ? നമ്മളെ ഒരാൾ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മളത് പേഴ്സണലായിട്ട് എടുക്കുമോ? നമ്മളത് ശ്രദ്ധിക്കാതിരിക്കുമോ? ആർ യു സെൽഫ് അവെയർ? ക്യാൻ യു ലേൺ ആൻഡ് ഇംപ്രൂവ്? ആർ യു കോച്ചബിൾ? നമ്മളെ പഠിപ്പിക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരാളാണോ? ഇൻസ്ട്രക്ഷൻസ് നമ്മൾ റിസീവ് ചെയ്യുമോ? ഡു യു ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ യുവർ ഡെവലപ്മെൻറ്റ്? സോ ഇതിൻ്റെ ഒരു ഹിഡൻ ക്വസ്റ്റൻ ഇതാണ്: ഇഫ് യു ഗിവ് ദിസ് പേഴ്സൺ ഫീഡ്ബാക്ക്, നമ്മൾ ഇയാളോട് ഒരു ഫീഡ്ബാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വിൽ ദേ ഗ്രോ ഫ്രം ഇറ്റ് ഓർ റെസിസ്റ്റ് ഇറ്റ്? നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയത് പല ആൾക്കാരുടെ അടുത്തും അവരുടെ അടുത്ത് വളരെ പോസിറ്റീവായിട്ട് ചിലപ്പോൾ ഒരു മാനേജർ ഒരു ഫീഡ്ബാക്ക് പറയുമ്പോഴത്തേന് അവരത് ഭയങ്കര പേഴ്സണലായിട്ട് എടുത്തു കളയും. പേഴ്സണലായിട്ട് എടുക്കുന്നതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പിന്നെ അതിൽ നിന്ന് വളരത്തില്ല. അപ്പോൾ അങ്ങനെ ഫീഡ്ബാക്ക് കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരു മാനേജറിന് നല്ലപോലെ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനും പറ്റത്തില്ല. സോ ഇവിടെ ഫീഡ്ബാക്ക്സ് ഭയങ്കര കോമൺ ആണ്. നമ്മളൊരു റോളിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴത്തേന് 2 ആഴ്ച കൂടുമ്പോഴൊക്കെ നമുക്കൊരു 1-on-1 ക്യാച്ചപ്സ് ഒക്കെ ഉണ്ടാവും നമ്മുടെ മാനേജറുമായിട്ട്. സോ ആ മാനേജറിന് നമ്മുടെ അടുത്ത് നമ്മളെ പറ്റി ഒരു ഫീഡ്ബാക്ക് പറയണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ഡീൽ ചെയ്യുന്ന ഒരു ടൈപ്പ് പേഴ്സൺ ആണെങ്കിൽ മാത്രമേ നമ്മുടെ അടുത്ത് കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ശരിയല്ലേ? ചില ആൾക്കാരുടെ അടുത്തൊക്കെ ഒരു കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അവർ അപ്പം തന്നെ അത് പേഴ്സണലായിട്ട് എടുത്തിട്ട് പിന്നെ അവരതൊന്നും കേൾക്കത്തുമില്ല, ലിസൺ ചെയ്യത്തുമില്ല, അവരെ പേഴ്സണലി അറ്റാക്ക് ചെയ്ത പോലെ കാണും. അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് പേഴ്സൺ ആണോ എന്നാണ് ഈ ക്വസ്റ്റ്യൻ കൊണ്ട് കമ്പനി അല്ലെങ്കിൽ ഒരു എംപ്ലോയർ അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവർ ഉദ്ദേശിക്കുന്നത്. സോ അപ്പം ക്വസ്റ്റ്യൻ എന്താണെന്ന് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായല്ലോ. കമ്പനി ഈസ് ലുക്കിംഗ് ഫോർ സമ്മൺ ഹു ഇസ് കോച്ചബിൾ. ലൈക്ക് നമ്മൾ പഠിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം പറഞ്ഞു, നീ ചെയ്തൊരു മിസ്റ്റേക്ക് ഉണ്ട്, പക്ഷേ ആ മിസ്റ്റേക്ക് അംഗീകരിച്ചുകൊണ്ട് ഇംപ്രൂവ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ഒരു പേഴ്സണെയാണ് കമ്പനിക്ക് വേണ്ടത്. കമ്പനി ഈസ് ലുക്കിംഗ് ഫോർ സമ്മൺ ഹു ഇസ് റെഡി ടു ഈവൻ ലിസൺ. നമ്മൾ ഫീഡ്ബാക്ക് കൊടുക്കുമ്പോഴത്തേനും അത് ലിസൺ ചെയ്ത് ഇംപ്രൂവ് ചെയ്യാനും ലേൺ ചെയ്യാനും തയ്യാറായിട്ടുള്ള ഒരാളെയാണ് കമ്പനി നോക്കുന്നത്. സോ നമ്മൾ ഈ ക്വസ്റ്റൻ ആൻസർ ചെയ്യുമ്പോഴും ആ രീതിയിലായിരിക്കണം ആൻസർ ചെയ്യേണ്ടത്. ആൻഡ് വാട്ട് മേക്സ് എ സ്ട്രോങ് ആൻസർ ഇസ്, നമ്മുടെ ആൻസറിൽ ഇറ്റ് നീഡ്സ് ടു ഹാവ് ഒരാൾ നമ്മുടെ അടുത്ത് ഒരു ജെന്യൂൻ ഫീഡ്ബാക്ക് പറയുന്ന ഒരു സിറ്റുവേഷൻ വേർ വി ലിസൺ ഓപ്പൺലി. നമ്മളത് വളരെ കാമായിട്ട് അത് കേട്ടുകൊണ്ടിരുന്നു. നമ്മുടെ മാനേജർ ആണെന്ന് തന്നെ വിചാരിക്കുക. യു റിഫ്ലക്റ്റഡ് ഹോണസ്റ്റ്ലി. അപ്പം നമ്മൾ ആ റിഫ്ലക്ഷനൊക്കെ എടുക്കുകയാണ് വളരെ ഹോണസ്റ്റ് ആയിട്ട്. എന്നിട്ട് നമുക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ മാനേജറിനോട് സംസാരിക്കുന്നത്. യു ടുക്ക് ആക്ഷൻ, യുവർ പെർഫോമൻസ് ഇംപ്രൂവ്. നമ്മൾ എന്ത് ആക്ഷനാണ് എടുത്തത്, അതിനുശേഷം നമ്മുടെ പെർഫോമൻസ് എങ്ങനെയെല്ലാം ഇംപ്രൂവ് ചെയ്തു, ആൻഡ് വാട്ട് വെർ ദ പോസിറ്റീവ് റിസൾട്ട്സ് ദാറ്റ് ഫോളോഡ് ആഫ്റ്റർ യു റിസീവ്ഡ് ദിസ് ഫീഡ്ബാക്ക്. സോ നമ്മൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യാൻ നോക്കുമ്പോഴത്തേന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്തെങ്കിലും ഒരു ക്യാരക്ടർ ഫ്ലോ, നമ്മുടെ ഒരു സ്വഭാവ ദൂഷ്യം കാണിക്കുന്ന രീതിയിലായിരിക്കരുത് ഈ ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ഭയങ്കരമായിട്ട് നിങ്ങളിത് ശ്രദ്ധിച്ചോണം. ഒരിക്കലും ക്യാരക്ടർ ഫ്ലോ എക്സ്പോസ് ചെയ്യുന്ന ടൈപ്പ് ഒരു രീതിയിലായിരിക്കരുത് ഇത് ആൻസർ ചെയ്യുന്നത്. ഹോണസ്റ്റി അങ്ങനെയല്ല കാണിക്കേണ്ടത്. ഹോണസ്റ്റി ആണെങ്കിൽ പോലും റൈറ്റ് ആയിട്ട് കാണിക്കാവുള്ളൂ. ശരിയല്ലേ? നമ്മൾ പല ആൾക്കാരോടും പറയാറില്ല, പറയേണ്ട കാര്യങ്ങൾ മാത്രമേ പറയേണ്ടടുത്ത് പറയാവുള്ളൂ. അപ്പം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോഴത്തേന് ഡോണ്ട് ആൻസർ എ ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യൻ ആൻസറിൽ ഒട്ടും ക്യാരക്ടർ ഫ്ലോ ഉണ്ടാകാൻ പാടില്ല.
So instead, try choosing something that is very realistic, professional, and something that demonstrates growth. സോ ഇതിൽ ഞാനിപ്പം ആൻസർ ചെയ്യാൻ ഈ ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ മൈ QA കരിയർ. സോ ഞാനിതിൽ പറയുന്നുണ്ട്, വൈൽ ഐ വാസ് വർക്കിംഗ് ഇൻ മൈ കരിയർ ഐ വാസ് വെരി ഫോക്കസ്ഡ് ഓൺ ദ ടെക്നിക്കൽ സൈഡ് ഓഫ് മൈ വർക്ക്. ഞാൻ എപ്പോഴും എൻ്റെ ടെക്നിക്കൽ സൈഡിലായിരുന്നു കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത്. അപ്പം ഒരു ദിവസം എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് യു ലുക്ക് അറ്റ് ദ വിഷ്വൽ ആൻഡ് ദ സിറ്റുവേഷൻ, എൻ്റെ മാനേജർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നീ നിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യണം ആൻഡ് ദ വിസിബിലിറ്റി വിത്തിൻ ദ ടീം. യു ആർ ഡൂയിങ് ടെക്നിക്കൽ വർക്ക് വെരി നൈസ്ലി, പക്ഷേ നീ ഒട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല എന്ന്. അപ്പം എൻ്റെ ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൈ ഗോൾ വാസ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഫീഡ്ബാക്ക്, ഇംപ്രൂവ് ഇൻ ദാറ്റ് ഏരിയ ആൻഡ് ബിക്കം എ മോർ കൊളാബറേറ്റീവ് ആൻഡ് എഫക്റ്റീവ് ടീം മെമ്പർ. സോ എൻ്റെ ടാസ്ക്, എൻ്റെ മാനേജർ എനിക്ക് ഫീഡ്ബാക്ക് തന്നു. അപ്പം എൻ്റെ ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫീഡ്ബാക്ക് ഐഡൻറ്റിഫൈ ചെയ്യുക, അതിൽ നിന്ന് ഇമ്പ്രൂവ്മെൻറ്റ്സ് മേക്ക് ചെയ്യുക. അപ്പം ഞാൻ എന്ത് ആക്ഷൻ ചെയ്തു എന്നുള്ളതാണ്. സിറ്റുവേഷൻ മാനേജർ പറഞ്ഞു കഴിഞ്ഞു, ടാസ്കും പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ ഈ ഫീഡ്ബാക്ക് മനസ്സിലാക്കി അതിൽ ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളതായിരുന്നു എൻ്റെ ടാസ്ക്. ഞാൻ എന്ത് ആക്ഷൻ എടുത്തു? ഐ ലിസൺ കെയർഫുള്ളി ആൻഡ് ഡിഡ്ന്റ് ടേക്ക് ഇറ്റ് പേഴ്സണലി. ഞാൻ ഒട്ടും പേഴ്സണലായിട്ട് എടുത്തില്ല. കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്ന് പറയുന്ന പോലെ ഞാൻ എടുത്തുള്ളൂ അത്. ഐ റിഫ്ലക്റ്റഡ് ഓൺ മൈ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ. I started sharing updates proactively. I asked more questions and engaged in discussions. I worked closely with team members and stakeholders. സോ എൻ്റെ പ്രധാനമായിട്ടൊരു പ്രശ്നം എന്തായിരുന്നു കഴിഞ്ഞാൽ, ഞാൻ കറക്റ്റായിട്ട് എൻ്റെ ടെക്നിക്കൽ വർക്കിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. ഞാൻ കറക്റ്റായിട്ട് ഫീഡ്ബാക്ക് അപ്ഡേറ്റ്സ് ഒന്നും കൊടുക്കുന്നില്ല. അപ്പം അത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ എൻ്റെ മാനേജർ വളരെ ഓപ്പണായിട്ട് പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ പതുക്കെ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പം ആദ്യം എനിക്കിത് ഇച്ചിരി അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നി. അതും നമുക്ക് ഓപ്പൺലി പറയാൻ കേട്ടോ. ഇനീഷ്യലി ഇറ്റ് വാസ് എ ലിറ്റിൽ അൺകംഫർട്ടബിൾ ടു ഹിയർ. പക്ഷേ ബിക്കോസ് ഐ വാസ് വർക്കിംഗ് വെരി ഹാർഡ് ആൻഡ് ഡെലിവറിങ് ഗുഡ് റിസൾട്ട്സ്. പക്ഷെ പെട്ടെന്ന് പുള്ളി പറഞ്ഞ കാര്യത്തെ പറ്റി, ഞാനൊരു കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ടൈപ്പ് പേഴ്സൺ ആണെങ്കിൽ മാത്രമേ അത് പേഴ്സണലായിട്ട് എടുക്കാതെ ഡിസപ്പോയിൻറ്റഡ് ആവാതെ നമ്മൾ മുന്നേറാൻ നോക്കത്തുള്ളൂ. സോ എനിക്ക് മനസ്സിലായി എൻ്റെ മാനേജർ പറഞ്ഞ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നും. അപ്പം സോ ഐ സ്റ്റാർട്ടഡ് ഫോക്കസിങ് ഓൺ വാട്ട്സ് ഹി സെഡ്. അപ്പം ഞാൻ എന്ത് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ എനിക്ക് മനസ്സിലായി ടെക്നിക്കൽ വർക്കിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കൊളാബറേഷനും ടീം വർക്കും പ്രോഗ്രസ് അപ്ഡേറ്റ്സ് ഒക്കെ മറ്റേ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ കൊടുക്കുന്നൊക്കെ എനിക്ക് മനസ്സിലായി. സോ I started treating this feedback as an opportunity to improve. I started providing regular progress updates during stand-ups and project channels. അപ്പോൾ എല്ലാവർക്കും അപ്ഡേറ്റ് ഒക്കെ കൊടുക്കാൻ തുടങ്ങി. And above all, I made a conscious effort to communicate risk earlier, ask more questions during discussions, and keep stakeholders informed about testing progress and any potential issues. അപ്പം നല്ലപോലെ ഞാൻ ആക്ഷൻ ചെയ്യാൻ തുടങ്ങി. ഞാൻ എല്ലാവരുമായിട്ട് നല്ലതായിട്ട് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ എൻ്റെ പ്രോഗ്രസ് അപ്ഡേറ്റ്സ് ഒക്കെ മേക്ക് ചെയ്യാൻ തുടങ്ങി. ഞാൻ കുറച്ചുകൂടെ പ്രൊആക്റ്റീവായിട്ട് ഡെവലപ്പേഴ്സും ബിസിനസ് അനലിസ്റ്റുമായിട്ടൊക്കെ സംസാരിക്കാൻ തുടങ്ങി. സോ ഇനി ഇതിൻ്റെ റിസൾട്ട് എന്താണ്? പതുക്കെ ഞാൻ ശ്രദ്ധിച്ച് നോക്കിയപ്പോഴത്തേന് എൻ്റെ കമ്മ്യൂണിക്കേഷൻ മാത്രമല്ല ഇമ്പ്രൂവ് ചെയ്തത്, കമ്മ്യൂണിക്കേഷൻ വിത്ത് മൈ ടീം മെമ്പേഴ്സ് ആസ് വെൽ ഇംപ്രൂവ്ഡ്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്നെ ഭയങ്കര ഹാപ്പി ആയി തുടങ്ങി എൻ്റെ അപ്ഡേറ്റ്സിൽ. ആൻഡ് മൈ ലീഡ് അക്നോളജ് ദ പോസിറ്റീവ് ചേഞ്ച് ഡ്യൂറിങ് ഫ്യൂച്ചർ റിവ്യൂ. സോ അപ്പോൾ എൻ്റെ ലീഡിന് മനസ്സിലായി, ഇനി എന്നോട് ഫീഡ്ബാക്ക് തരാമെന്നും ലീഡിന് മനസ്സിലായി. ലീഡ് എൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിനെ അക്നോളജ് ചെയ്തു. ഇതിൽ നിന്ന് ഞാൻ പഠിച്ചത് എന്താണ്? റിസൾട്ട് പറയുന്നതിനൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ലേണിംഗ് എന്താണ്? I learned that technical skills alone are not enough. Strong communication is just as important because it helps build trust, alignment, and confidence across the team. So, looking back, I am genuinely grateful for that feedback because it helped me become a more effective and well-rounded professional. So, our bottom line എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, it is to listen, reflect, take action, and show consistent improvement. That is how trust and growth are built. സോ നമ്മൾ ഒരിക്കലും ഫീഡ്ബാക്കിനെ ക്രിറ്റിസിസം ആയിട്ട് കാണരുത്. അത് നമ്മളൊരു ഓപ്പർച്യൂണിറ്റി, ലേണിംഗ് ഓപ്പർച്യൂണിറ്റി ആയിട്ടേ കാണാവുള്ളൂ. ആൻഡ് സ്റ്റേ ഓപ്പൺ ആൻഡ് സെൽഫ് അവെയർ വെൻ സംബഡി ഈസ് ട്രൈങ് ടു സേ ദെയർ ഫീഡ്ബാക്ക് ആൻഡ് ഓൾവേസ് ട്രൈ ടു പുട്ട് യുവർ ആക്ഷൻസ് ഇൻ പ്ലേസ്. ഈ ആൻസർ നല്ലപോലെ വർക്ക് ചെയ്യും. എന്നറിയോ? ബിക്കോസ് ദിസ് ആൻസേഴ്സ് ഷോ ഇമോഷണൽ മെച്യൂരിറ്റി. നമ്മുടെ മെച്യൂരിറ്റി നല്ലപോലെ കാണിക്കുന്നുണ്ട്. നമ്മൾ വളരെ നല്ലപോലെ അത് ലിസൺ ചെയ്തു, നമ്മളത് കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസമായിട്ട് നമ്മൾ റിസീവ് ചെയ്തു, നമ്മൾ അവിടെ നിന്ന് ഇമ്പ്രൂവ് ചെയ്ത കാര്യങ്ങളെ പറ്റിയും നമ്മൾ പോസിറ്റീവായിട്ട് എടുത്തതിനെ പറ്റിയാണ് കാണിക്കുന്നത്. സോ ഇറ്റ് ഷോസ് ഇമോഷണൽ മെച്യൂരിറ്റി, ഇറ്റ് ഷോസ് സെൽഫ് അവെയർനെസ്, ഇറ്റ് ഷോസ് കോച്ചബിലിറ്റി. നമ്മൾ പഠിക്കാൻ റെഡിയാണെന്നുള്ളതാണ് അത് കാണിക്കുന്നത്. ഇറ്റ് ഷോസ് പ്രൊഫഷണൽ ഗ്രോത്ത് ആൻഡ് അക്കൗണ്ടബിലിറ്റി. നമ്മളെ ഒരാൾ ക്രിട്ടിസൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞു തന്നിട്ട് പോലും നമ്മളത് പ്രൊഫഷണലി ട്രീറ്റ് ചെയ്തു. ആൻഡ് യു സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് അക്കൗണ്ടബിൾ അബൌട്ട് ഇറ്റ്. നമ്മളെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തു. And above all, it shows strong communication skills and positive attitude towards feedback.
സോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ആൻസറിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇൻഡയറക്ട്ലി നമ്മൾ കൊടുക്കുന്നുണ്ട്. ലൈക്ക് വി ആർ ആക്ച്വലി ലെറ്റിംഗ് ദം നോ ദാറ്റ് വി ആർ ആസ് ഗുഡ് ആസ് എ പേഴ്സൺ ഇൻ ടേംസ് ഓഫ് റിസീവിങ് ക്രിറ്റിസിസം. നമ്മൾ ഭയങ്കര ഡിപ്ലോമാറ്റിക്കും ഭയങ്കര ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സണാണ് നമ്മൾ ഇൻഡയറക്ട്ലി ഇതിൽ കാണിക്കുന്നത്. ശരിയല്ലേ? നമ്മൾ നല്ലപോലെ പഠിക്കാൻ റെഡിയാണെന്ന് കാണിക്കുന്നുണ്ട്. നമ്മളെ ഒരാൾ ഉപദേശിച്ച് കഴിഞ്ഞാൽ പോലും അതിനെ നല്ലപോലെ എടുത്തിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ലേൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെന്ന് കാണിക്കുന്നത്. സോ ദർ ആർ ടു മെനി തിങ്സ് ദാറ്റ് ആർ ആൻസർഡ് വെൻ ദിസ് ക്വസ്റ്റൻ ഇസ് ബീങ് ആസ്ക്ഡ്. സോ ഇനി സാധാരണ മിസ്റ്റേക്സ് കാൻഡിഡേറ്റ്സ് മേക്ക് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റൻ ആൻസർ ചെയ്യുമ്പോഴത്തേനും നമ്മൾ കുറച്ച് മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യരുത്. നമ്മൾ നമ്മുടെ കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ പറയുക ഈ ഫീഡ്ബാക്കിൽ എനിക്ക് ആ ഫീഡ്ബാക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, ആ ഫീഡ്ബാക്ക് ഭയങ്കര അൺഫെയർ ആണെന്ന് പറയുക. അല്ലെങ്കിൽ നമ്മൾ കള്ളത്തരം പറയുക, ലൈക്ക് ഞാൻ ഇതുവരെ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് എനിക്ക് റിസീവ് ചെയ്തിട്ടില്ല, എല്ലാവരും എന്നെ പറ്റി നല്ലതാണെന്ന് പറയുക. എന്തെങ്കിലും ഫീഡ്ബാക്ക് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ സ്റ്റാർ സ്റ്റോറി ഫോം ചെയ്യും. പിന്നെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള പെർഫോമൻസ് ഇഷ്യൂസ് ഒന്നും ചൂസ് ചെയ്യരുത്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് അത് ഒരു റെഡ് അലേർട്ട് ആയിരിക്കും. അത് വേണ്ട. നമ്മൾ കാരണം ഒരു വലിയ പെർഫോമൻസ് അല്ലെങ്കിൽ സീരിയസ് പെർഫോമൻസ് ഇഷ്യൂ നമ്മൾ പഴയ ജോലി മേക്ക് ചെയ്യുന്ന കാണുമ്പോഴത്തേന് അത് എംപ്ലോയറിന് ഇഷ്ടപ്പെടത്തില്ല. എംപ്ലോയർ ചിന്തിക്കും ഇവൻ ശരിയാവത്തില്ല, ഇവൻ പണ്ട് ഇവൻ്റെ എംപ്ലോയറിന് ആകെ മനസ്സിലാവുന്ന എന്തായിരിക്കും, ഇവൻ പണ്ട് ജോലിയിൽ പെർഫോമൻസ് ഇഷ്യൂ ഉണ്ടായിരുന്നായിരിക്കും. സോ ഡോണ്ട് ഡു ദാറ്റ്. പിന്നെ ഓൾവേസ് ടെൽ ആൻ എക്സാമ്പിൾ. ചില ആൾക്കാർ ആൻസർ ചെയ്യുമ്പോഴത്തേന് അവർ എക്സാമ്പിൾ പറയും, പക്ഷെ ഒരു പോസിറ്റീവ് ഔട്ട്കമ്മിനെ പറ്റി ഒന്നും പറയത്തില്ല. സോറി, ഇൻകം നയിപ്പോയി തെറ്റിപ്പോയി. പിന്നെ മറ്റൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ, ക്യാരക്ടർ ഫ്ലോസ് റിലേറ്റഡ് ആയിട്ട് ആൻസർ ചെയ്തത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. സോ ഓൾവേസ് ടെൽ ദാറ്റ് യു ലവ്ഡ് ദ വേ ദാറ്റ് യുവർ ഫീഡ്ബാക്ക് വാസ് പുട്ട് ഇൻ and you took your time to reflect on your feedback and understood the perspective of where I needed to really improve, and identified an area of growth, and I continued learning and improved from there on എന്നുള്ള രീതിയിലായിരിക്കണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിലെ ഏറ്റവും വലിയ ലേണിംഗ് എന്താണ്? ഫീഡ്ബാക്ക് ഒരിക്കലും ക്രിറ്റിസിസം അല്ല. ഇറ്റ് ഈസ് ഇൻഫർമേഷൻ ദാറ്റ് ഹെൽപ്സ് us improve. ശരിയല്ലേ? അപ്പം ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യത ഭയങ്കര ഹൈ ആണ്. സോ have your story and have your star story ready for this for multiple instances and keep it prepared for your star story bank. ഇതിൽ നിന്നുള്ളൊരു കീ ലേണിംഗ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ feedback isn't criticism, it is information that helps us improve. Employers love people who can listen, reflect, adapt and improve, because those are usually the people who continue growing long after they are hired. So ഒരു ന്യൂസിലാൻഡ് ഇന്റർവ്യൂ ടിപ്പ് പോലെ എനിക്ക് പറയാൻ പറ്റും, employers in New Zealand value humility, self-awareness, openness to learning and continuous improvement. A candidate who says like, I received feedback, reflected on it, acted on it and improved will almost always create a stronger impression than someone who claims they have never needed feedback. So the bottom line idana, the best answer isn't about the feedback you received, it is about the growth that followed after the feedback. സോ ഇത് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ദിസ് ഇസ് ഇറ്റ്. താങ്ക് യു. ഹോപ്പ് ദിസ് ഹെൽപ്സ്. Small steps, big wins.